പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ടാൻജൻസിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ആംഗിൾ BAQ 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. PQ ഒരു ടാൻജൻ്റ് ആണ് A എന്ന പോയിന്റിലൂടെ. PQ is a tangent through the point A. O is the center of the circle. AB is a chord through the point of tangency A. ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റിലൂടെയുള്ള ഒരു കോഡാണ് AB. അപ്പോൾ ആ കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. വാട്ട് ഈസ് ആംഗിൾ OAB? OAB എത്രയാണെന്ന് പറയണം. ആംഗിൾ OBA എത്രയാണെന്ന് പറയണം. അതുപോലെ ആംഗിൾ AOB എത്രയാണെന്ന് പറയണം. ആംഗിൾ ACB എത്രയാണെന്ന് പറയണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതേക്ക് പോയാലോ? ചോദ്യം മനസ്സിലായാലോ? എല്ലാത്തിലും ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഒരു പോയിന്റിലൂടെ ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ആ പോയിന്റിലൂടെയുള്ള കോഡും വരച്ചിട്ടുണ്ട്. ഇവിടെ കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 70 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി അതർ ആംഗിൾസ്. അപ്പോൾ ഇവിടെ ആംഗിൾ OAB എത്രയാണ്? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ OAB? പറയാമോ? OAB എന്ന് പറഞ്ഞത് ഈ ആംഗിളാണ്. നമുക്കറിയാം OA റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. OA റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ടാൻജന്റ് വി നോ. So angle OAQ we know that is 90 degree. Angle OAQ is equal to 90 degree because radius is perpendicular to tangent. OAQ 90 ആണ്, ഇത്രയും മാത്രം 70 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരണം? ഈ മൊത്തം 90ൽ നിന്ന് 70 കുറച്ചാൽ മതി. 90 minus 70 that is 20. ക്ലിയർ ആയോ പറഞ്ഞത്? ഇവിടെ ഈ മൊത്തം ആംഗിള് റേഡിയസ് പെർപെൻഡിക്കുലർ ടാൻജന്റ് ആയതുകൊണ്ട് ഇത് 90 ആണ്. 90ൽ നിന്ന് ഈ 70 കുറച്ച ആംഗിൾ OAQ കിട്ടും. അപ്പോൾ OAQ എത്ര കിട്ടി? 20 ഡിഗ്രി കിട്ടി. ഞാൻ പറയാമോ ഹൗ മച്ച് ഈസ് ആംഗിൾ OBA? ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ രണ്ട് റേഡിയസും ഈക്വൽ അല്ലേ? അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. OAB is an isosceles triangle. Isosceles triangle ആവുമ്പോൾ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവും. അപ്പോൾ ഇത് 20 എന്ന് കിട്ടിയപ്പോൾ ഇത് എത്ര വരണം? 20 വരണം. അപ്പോൾ ആംഗിൾ OBA ഈക്വൽ ടു 20 ബിക്കോസ് ഐസോസെലസ് ട്രയാങ്കിൾ ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ആംഗിൾ അല്ലെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് 20, ഇത് 20. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കാലോ. AOB എന്ന് പറയുന്നത് ഇത് ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. 180 എന്ന് ഇത് 2 ആംഗിൾ കുറച്ചാണ്. ഇപ്പോൾ 180 മൈനസ് ഓഫ് 20 പ്ലസ് 20, അതായത് 180 മൈനസ് 40 വരും 140. സോ ഈ ആംഗിൾ കിട്ടി 140. ഇത് 140 ആണ്. ഇത് എത്ര വരണം? ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് 140. അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് 140 ആണ്. ഇത് എത്ര വരണം? 140/2 ദാറ്റ് ഈസ് 70 ഡിഗ്രി. അപ്പോൾ ഇവിടത്തെ ഈ 70 തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ആണല്ലോ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യനിൽ OTU എത്രയായിരിക്കും? ഹൗ മച്ച് ഈസ് ആംഗിൾ OTU? OTU എന്നുള്ളത് ഇത് മൊത്തം 90 ആണെന്ന് നമുക്കറിയാം. റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. 90 ന്ന് 80 കുറച്ചാൽ ഈ ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 90 മൈനസ് 80 ദാറ്റ് ഈസ് 10 ഡിഗ്രി. 10 ഡിഗ്രി എന്ന് കിട്ടും. TOU എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് 10 ഡിഗ്രി ആകുമ്പോൾ ഇത് എത്ര വരും? 10 തന്നെ വരണം, കാരണം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 180 ഈ 2 ആംഗിളും കുറച്ച് ഇത് കിട്ടുമല്ലോ. 10 + 10 20. 180 എന്ന് കുറച്ചാൽ മതി. അപ്പോൾ കാരണം 3 ആംഗിളും കൂടി ചേർന്നാൽ 180 ആണ്. 180 10 + 10 20 കുറയ്ക്കുക, ദാറ്റ് ഈസ് 160. അപ്പോൾ ഇത് 160 കിട്ടി. ഇത് 160 ആണ്. ഈ ആംഗിൾ എത്രയാ? ആംഗിൾ A is equal to
160യുടെ ഹാഫ് ദാറ്റ് ഈസ് 80. അപ്പോൾ ഇത് 80 തന്നെ കിട്ടി. അതായത് ഇവിടുത്തെ അതേ ആംഗിൾ തന്നെ അവിടെ കിട്ടി. അടുത്ത നമുക്ക് ഇത് എക്സ് ജനറലായിട്ടൊന്ന് എടുത്ത് നോക്കാം. ഈ ആംഗിൾ എക്സ്. അപ്പോൾ ഒ പി ക്യൂ എത്രയായിരിക്കും? ഒ പി റേഡിയസ് ആണ്, എ ബി ടാൻജന്റ് ആണ് ത്രൂ ദി എ ബി ഇസ് ടാൻജന്റ് ത്രൂ ദി പോയിന്റ് പി, ഒ പി ഇസ് റേഡിയസ്. സോ റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് അല്ലേ? അപ്പോൾ ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആകുമ്പോൾ ഒ പി ബി എന്ന് പറയുന്നത് ഒ പി ക്യൂ അല്ല, ഒ പി ബി എന്ന് പറയുന്നത് 90 വരും. അപ്പോൾ ഒ പി ക്യൂ എന്ന് പറയുന്നത് ഈ ആംഗിൾ കണ്ട, ഈ 90യിൽ നിന്ന് ഈ എക്സ് കുറച്ചാൽ മതി. അപ്പോൾ 90 മൈനസ് എക്സ്. അപ്പോൾ ഇത് 90 മൈനസ് എക്സ് ആയി. 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? അതും ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പോൾ 90 മൈനസ് എക്സ് തന്നെ വരും. ഇത് 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? പി ഒ ക്യൂ. പി ഒ ക്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 180. 3 ആംഗിൾ കുട്ടിയാൽ 180 അല്ലേ? ഇത് 90 മൈനസ് എക്സ്. ഇത് അറിയില്ല. അതായത് ആംഗിൾ പി ഒ ക്യൂവും 90 മൈനസ് എക്സും 90 മൈനസ് എക്സും കൂടി ആഡ് ചെയ്താൽ 180 വരണം. Sum of the three angles will be, for any triangle, sum of the angles is 180. അപ്പോൾ ആംഗിൾ പി ഒ ക്യൂ പ്ലസ് 90 മൈനസ് എക്സ് പ്ലസ് 90 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ പി ഒ ക്യൂ പ്ലസ് 90 പ്ലസ് 90 180 എന്ന് വരും അല്ലേ? 90 കൂട്ടി 180 മൈനസ് എക്സ് മൈനസ് 2x ഈക്വൽ ടു 180 എന്ന് വന്നു. അപ്പോൾ ആംഗിൾ പി ഒ ക്യൂ കണ്ടുപിടിക്കാം. ആംഗിൾ പി ഒ ക്യൂ ഇസ് ഈക്വൽ ടു, ഇവിടെ 180 ഉണ്ട്, അത് ആദ്യം എഴുതി. ആഡിങ് 180 goes to that side become subtracting 180. Subtracting 2x അപ്പുറം പോകുമ്പോഴോ ആഡിങ് 2x. 180 പോയി. അപ്പോൾ ആംഗിൾ പി ഒ ക്യൂ എന്ന് പറയുന്നത് 2x കിട്ടി. Therefore ആംഗിൾ പി ഒ ക്യൂ ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ ഇത് 2x കിട്ടി. അപ്പോൾ ഇത് 2x ആണ്. ഇത് എത്ര വരണം? 2xന്റെ ഹാഫ് എക്സ് വരണം. അതായത് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാണ്? അതിന്റെ ഹാഫ് ആയിരിക്കും ആംഗിളിന് ആർക്ക്, ദാറ്റ് ഈസ് എക്സ് ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ, അതായത് കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ എക്സ് ആയപ്പോൾ ആ കോഡ് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ, അതായത് ഈ ആർക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിള്, അതായത് ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിള് എക്സ് തന്നെ കിട്ടി. ഇപ്പൊ എന്ത് പ്രത്യേകത നമുക്ക് കിട്ടിയേ? ഇവിടെ അത് തന്നെയല്ലേ കിട്ടിയേ? കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 70, ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ 70. ഇവിടെ കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 80, ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ 80. ഇവിടെ കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ എക്സ്, ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളും എക്സ്. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ subtended by this chord in the opposite arc. അതായത് ആ കോഡിന്റെ ഈ സൈഡിലാണ് ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളിനെ കൂടെ ആയിരിക്കും. അപ്പോൾ ഒരു കോഡ് അത് ആ പോയിന്റിലുള്ള ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിട്ട് വരാം. ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇത്. അതായത് ഇപ്പോൾ ഈ ചോദ്യത്തിലൊക്കെ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ആംഗിള് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് 60 ഡിഗ്രി ആണ് എങ്കിൽ ഉടനെ എഴുതാം ഇതും 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പറേ എഴുതാം, ഇതും കിട്ടും കേട്ടോ. ഇത് 60 ആകുമ്പോൾ ഇത് 120 ആയിരിക്കില്ലേ? അപ്പോൾ കണ്ടില്ലേ, കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആർക്ക് അപ്പം ഇതാണ്, അതിലെ ആംഗിൾ കണ്ടോ, അവിടെ 120 ആണ്, ഇത് 120, കാരണം 180 60 കുറച്ചാലും 120 കണ്ടോ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാം. അതായത് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദി
ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്, അല്ലെങ്കിൽ ഒരു കോഡിനും ആ ഒരു പോയിന്റിലൂടെ വരച്ചിരിക്കുന്ന കോഡിനും ആ പോയിന്റിലൂടെ വരച്ചിരിക്കുന്ന ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിള് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ആ കോഡ് സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. ക്ലിയറായോ പറഞ്ഞത്? PQR എന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കും. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ PQR. PQR എന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കണം. ABC എന്ന ട്രയാംഗിളിന്റെ ഇത് 70 ഇത് 50. അപ്പൊ ഇത് എത്ര വരും? ഇത് 70 ഇത് 50 ആണെങ്കിൽ 70 + 50 120, 180 - 120 60 വരും. അപ്പോൾ the angles of the triangle ABC are known. Find out the angles of triangle PQR. അതാണ് ക്വസ്റ്റ്യൻ. PQR എന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് 70 ആണ് എങ്കിൽ ഇവിടെ ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഈക്വൽ ആ. അപ്പൊ ഈ രണ്ട് ആംഗിളും കിട്ടൂലോ. എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് 70 കുറയ്ക്കുക, എന്നിട്ട് ഹാഫ് ചെയ്തെടുക്കുക. കാരണം ഇത് രണ്ട് ഈക്വലാ. 180 നിന്ന് 70 കുറച്ചിട്ട് ഹാഫ് എടുത്താൽ എത്ര കിട്ടും? 110/2, ദാറ്റ് ഈസ് 55. അപ്പോൾ ഇത് 55, ഇത് 55 എന്ന് കിട്ടും. അതുപോലെ 180 60 കുറച്ചിട്ട് ഹാഫ് എടുത്താൽ ഇത് രണ്ടും കിട്ടും. 180 60 കുറച്ചാൽ എത്രയാ? 120. 120യുടെ ഹാഫ് 60. ഇവിടെ ആണെങ്കിലോ 180 50 കുറയ്ക്കുക, 130, ഹാഫ് ചെയ്തെടുക്കുക. അതായത് 180 - 50. കാരണം ഇത് ടാൻജന്റ് ആണ്, ഇത് ടാൻജന്റ് ആണ്, ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നു 180 50 കുറയ്ക്കുന്നത്, അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഇത് 65, ഇത് 65. ഇനി നമുക്ക് എഴുതാലോ. ഇത് ടാൻജന്റിനും കോഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളാണിത്. അപ്പോൾ ഇത് 55 ആകുമ്പോൾ ഇതും 55. അതുപോലെ ഇത് കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിളാണ്, ഓപ്പോസിറ്റ് ആർക്കിലുണ്ടായിരിക്കുന്ന ആംഗിള് 65 കണ്ടോ. അപ്പോൾ ഇത് 65. അതുപോലെ ഇത് കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിളാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളാണിത്. ഇത് 60 ആകുമ്പോൾ 60. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട രണ്ടാമത്തെ പ്രത്യേകത. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ പ്രൂഫാണ്, ജനറൽ പ്രൂഫാണിത്. ടാൻജന്റിനും കോഡിനും ഇടയ്ക്കുള്ള ആംഗിൾ, ടാൻജന്റിനും കോഡിനും ഇടയ്ക്കുള്ള ആംഗിൾ കോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആർക്കിലെ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ അത് തന്നെ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആണെന്നും പറയാം. ഇതിൻ്റെ ഹാഫാണല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് ഇത്. സെൻട്രലിൽ ഒരു കോഡ് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ആംഗിളിനും ടാൻജന്റിനും കോഡിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പോൾ അങ്ങനെയും ഓർത്തിരിക്കാം. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.